നമസ്കാരം, TVN അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാട്ടി തിരൂർ BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. തലക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. അതേസമയം ശാശ്വതമല്ലാത്ത പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ ചൂണ്ടിക്കാട്ടി തിരൂർ BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഇന്ന് തന്നെ ട്രോമാ കെയർ യൂണിറ്റ് വന്ന് മുറിച്ചു മാറ്റേണ്ടതാണ്. മഴയുടെയും കാലാവസ്ഥയുടെയും പ്രശ്നങ്ങളില്ലെങ്കിൽ ഇന്ന് തന്നെ മുറിച്ചു മാറ്റും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മുടെ കാലാവസ്ഥ കൂടി നോക്കിയിട്ട്, കാരണം മഴ ആയതുകൊണ്ട് മരത്തിൽ കയറേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് അറിയാലോ. TSഉം ASഉം TSഉം ഒക്കെ ആയി ടെൻഡർ ഘട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിന് നേരം വൈകില്ല എന്നാണ് നമ്മൾ ഓർക്കുന്നത്. അതിന് പുറമെ ഈ 3.9 കോടിക്ക് പുറമെ സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയുടെ വേറൊരു കെട്ടിടം കൂടി അവിടെ വരുന്നുണ്ട്. അതോടുകൂടി ഇപ്പോൾ ഹയർ സെക്കൻഡറിക്കാരും പിന്നെ VHSCക്കാർക്കും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും. തലക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. അതേസമയം ശാശ്വതമല്ലാത്ത പരിഹാരം കാണുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ശരിയാക്കി തരാന്നാ പറഞ്ഞത്. ഇപ്പൊ താൽക്കാലികമായിട്ട് ഞങ്ങൾ ഓട്ട ബിൽഡിങ്ങിൽ അവര് ഷീറ്റിട്ടിട്ട് സീലിംഗ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ മുറിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ക്ലാസ് വരുന്നത് വേറെ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ശരിയാക്കി തരാന്നാ പറയണത്. ഇപ്പൊ ഇവരുടെ ഒരു വിശ്വാസത്തില്ല, ഇവർ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് ഇപ്പൊ ഞങ്ങൾ സമരമൊക്കെ നിർത്തി വെച്ചിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ക്ലാസ് ഒരുപാട് നഷ്ടമായിട്ടുണ്ട്. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് തിരൂർ BP അങ്ങാടി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോറ്റുപാത്രത്തിലേക്ക് മേൽക്കൂരയിൽ നിന്ന് തേരട്ട വീണത്. സംഭവത്തിൽ പ്രതിഷേധമുയർത്തിയാണ് വിദ്യാർത്ഥികൾ റോഡിലിറങ്ങി പ്രതിഷേധിച്ചത്. തുടർന്നാണ് ബുധനാഴ്ച രാവിലെയോടെ ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. തലക്കാട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി പ്രതിനിധികളും പങ്കെടുത്തു. മീറ്റിംഗ് വിഷ്വൽ ഹോൾഡ്. അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീനും ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സലും പറഞ്ഞു. ബൈറ്റ് സൈനുദ്ദീൻ, വിദ്യാർത്ഥി. പുഴുവിനെ കണ്ട കെട്ടിടത്തിന് സമീപത്തെ മരങ്ങൾ 2 ദിവസത്തിനകം മുറിച്ചുമാറ്റും. ട്രോമാ കെയറിന്റെ സഹായത്തോടെയാണ് മരം മുറിച്ചുമാറ്റുക. ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സലിന്റെ ഇടപെടലിൽ 20 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തി 3 മാസത്തിനകം കെട്ടിടത്തിൽ സീലിംഗ് ചെയ്യാനും തലക്കാട് പഞ്ചായത്ത് 45 ലക്ഷം രൂപ വകയിരുത്തി ശുചിമുറികൾ സ്ഥാപിക്കാനും തീരുമാനിച്ചു. ചുറ്റുമതിൽ, കെട്ടിട നിർമ്മാണം എന്നിവയ്ക്കായുള്ള കിഫ്ബി ഫണ്ട് വേഗത്തിൽ ലഭ്യമാക്കാനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും തീരുമാനിച്ചു. തുടർച്ചയായ ഇടപെടലുകൾക്കായി കമ്മിറ്റി രൂപീകരിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ, തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ, വൈസ് പ്രസിഡന്റ് AK. ബാബു, പ്രിൻസിപ്പാൾ VV. അബ്ദുറഹൂഫ്, വിദ്യാർത്ഥി പ്രതിനിധികളായ അഞ്ജലി, ഷമീമ A., മിൻഹ CP, റമീസ K., ഫിദ U., അനാമിക, നിയ K. തുടങ്ങിയവർ പങ്കെടുത്തു. TVN ന്യൂസ് തലക്കാട്. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.